നരേന്ദ്രമോദിയും ഗൗതം അദാനിയും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണ് രാജ്യം ഭരിക്കുന്നതെന്നാണ് കഴിഞ്ഞ കുറെ കാലമായി പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിനായി അവർ മോദാനി എന്നൊരു പ്രയോഗം തന്നെ കണ്ടുപിടിച്ചു. മോദി സർക്കാർ ക്രോണി ക്യാപിറ്റൽ അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത ഭരണകൂടമാണെന്ന് ആദ്യമായി ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയാകും. പാർലമെന്റിലും പുറത്തും രാഹുൽ നിരന്തരം ആ വാദങ്ങൾ ആവർത്തിച്ചു. അദാനിയുമായും അംബാനിയുമായുള്ള അവിശുദ്ധ ബാന്ധവവും അവർക്ക് വേണ്ടി ബലി കൊടുക്കുന്ന രാജ്യ താല്പര്യങ്ങളും രാഹുൽ നിരന്തരം ഉന്നയിച്ചു. അന്ന് കോൺഗ്രസിൽ പോലും രാഹുലിനെ പിന്തുണയ്ക്കാൻ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നതല്ല സ്ഥിതി. രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങളും രാഹുലിന്റെ വാദങ്ങൾ ഏറ്റുപിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലാണ് പ്രതിപക്ഷ ആരോപണങ്ങൾ പരസ്യമായി ശരിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നത്. അദാനിയെക്കുറിച്ചുള്ള കണ്ടന്റുകളെല്ലാം യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അദാനിയെയും അദാനി ഗ്രൂപ്പിനെയും വിമർശിക്കുകയോ വിമർശനാത്മകമായി വിശകലനം ചെയ്യുകയോ ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനാണ് കേന്ദ്രത്തിന്റെ ഉത്തരവ്. 138 യൂട്യൂബ് വീഡിയോകളും 83 ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും നീക്കം ചെയ്യാനാണ് നിർദ്ദേശം. 12 വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾക്കും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർക്കും ഇൻഫ്ലുവൻസർമാർക്കുമാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 6 ഡൽഹി കോടതി ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് നടപടി. പ്രമുഖ യൂട്യൂബർ ധ്രുവ് രാഠി, മുതിർന്ന ജേർണലിസ്റ്റ് രവീഷ് കുമാർ, പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ ദി വയർ, ന്യൂസ് ലോണ്ടറി, HW ന്യൂസ് തുടങ്ങിയവയ്ക്കെല്ലാം നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. യൂട്യൂബിനും ഇൻസ്റ്റഗ്രാമിനും നോട്ടീസിന്റെ പകർപ്പ് അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് AEL നൽകിയ മാനനഷ്ട കേസിലാണ് ഡൽഹി കോടതി ഉത്തരവ്. മാധ്യമങ്ങളും സാമൂഹിക പ്രവർത്തകരും പ്രതിപക്ഷവും ഉൾപ്പെടെ അദാനിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളിലാണ് നോർത്ത് വെസ്റ്റ് ഡൽഹി ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. പരഞ്ജോയ് ഗുഹ ഠാക്കൂർത്ത, രവി നായർ, അബിർ ദാസ് ഗുപ്ത, അയസ്കാന്ത ദാസ്, ആയുഷ് ജോഷി തുടങ്ങിയ 5 ജേർണലിസ്റ്റുകളെയും സാമൂഹിക പ്രവർത്തകരെയും ലക്ഷ്യമിട്ടായിരുന്നു ഹർജി. പരഞ്ജോയ്.in, adaniwash.org, adanifiles.com, AU തുടങ്ങിയ 3 വെബ്സൈറ്റുകൾക്കെതിരെയും അദാനി ഗ്രൂപ്പിനെതിരായ വ്യാജവും അപകീർത്തികരവുമായ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതായി കേസിൽ ആരോപിച്ചിരുന്നു. കേസ് പരിഗണിച്ച സിവിൽ ജഡ്ജി അനുജ് കുമാർ സിംഗ് കഴിഞ്ഞ സെപ്റ്റംബർ 6 അദാനിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുന്നത്. 5 ദിവസത്തിനകം ഈ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. നീതിപൂർവമായും സത്യസന്ധമായും വസ്തുതാപരമായുമുള്ള റിപ്പോർട്ടിങ്ങിന് ഈ ഉത്തരവ് ബാധകമാകില്ലെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു. എന്നാൽ ഒരു ജില്ലാ കോടതിയുടെ വിധി വലിയൊരു അവസരമാക്കി കേന്ദ്രം മുതലെടുക്കുകയാണ് ചെയ്തതെന്ന് തോന്നും പുതിയ ഉത്തരവ് കാണുമ്പോൾ. ഈ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ IT, ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 പ്രകാരമാണ് നടപടി സ്വീകരിക്കുന്നത് എന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. 36 മണിക്കൂറിനകം നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ചവരിൽ ഭൂരിഭാഗം പേരും അദാനി മാനനഷ്ട കേസിലെ പ്രതികളല്ല എന്നതും ശ്രദ്ധേയമാണ്. ധ്രുവ് രാഠി, രവീഷ് കുമാർ, ആകാശ് ബാനർജി, അജിത് അഞ്ജും, സത്യ ഹോട്ടല തുടങ്ങിയവരെല്ലാം അക്കൂട്ടത്തിലുണ്ട്. ന്യൂസ് ലോണ്ടറിയോട് 42 വീഡിയോകൾ നീക്കം ചെയ്യാനാണ് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദി വയർ, HW ന്യൂസ്, ദി ന്യൂസ് മിനിറ്റ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയൊന്നും അദാനി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. അദാനി ഗ്രൂപ്പിനെതിരായ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ മാത്രമല്ല, സറ്റൈറിക്കൽ വീഡിയോകൾ, രാഷ്ട്രീയ അഭിമുഖങ്ങൾക്കെതിരെയെല്ലാം നടപടിയുണ്ട്. മറ്റ് കണ്ടന്റുകൾക്കിടയിലെ ചെറിയ പരാമർശങ്ങൾ പോലും IB പിടിച്ചിട്ടുണ്ട്. ന്യൂസ് ലോണ്ടറിയുടെ സബ്സ്ക്രിപ്ഷൻ പ്രചാരണ വീഡിയോയിൽ അദാനി കഥയുടെ സ്ക്രീൻഷോട്ട് ചേർത്തിട്ടുണ്ട്. കുനാൽ കമ്രയുടെ സെൻസർഷിപ്പ് സംബന്ധിച്ച സ്റ്റാൻഡപ്പ് കോമഡി, NDTV മുൻ ഉടമകളായ പ്രണോയ് റോയ്, രാധിക റോയ് എന്നിവർക്കെതിരായ കേസുകൾ, അദാനിയുടെ NDTV ഏറ്റെടുക്കൽ, ധാരാവി പ്രോജക്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, പോഡ്കാസ്റ്റുകൾ എന്നിവയ്ക്കെതിരെയെല്ലാം നടപടിയുണ്ട്. മാധ്യമപ്രവർത്തകൻ അതുൽ ചൗറാസിയയുടെ അമേരിക്കയിലെ അദാനി കേസ് ചർച്ച ചെയ്ത 3 വീഡിയോകളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ജെയിൻ ചെയ്ത NCP നേതാക്കൾ ശരത് പവാർ, അജിത് പവാർ എന്നിവരുടെ അഭിമുഖങ്ങളാണ് മറ്റൊരു കൗതുകമുണർത്തുന്ന വിഷയം. 2019 ഗൗതം അദാനി ഹോസ്റ്റ് ചെയ്ത ഈ നേതാക്കൾ പങ്കെടുത്ത ഒരു യോഗത്തെക്കുറിച്ച് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്ന് വിവരമുണ്ട്. ദി ന്യൂസ് മിനിറ്റിന്റെ 3 വീഡിയോകളും പട്ടികയിൽ വരുന്നുണ്ട്. വൻ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുള്ള 2023 ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് കമ്പനിയുടെ ബ്രാൻഡ് ഇമേജിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്തിയെന്നാണ് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. നിരവധി പ്രോജക്റ്റുകൾ വൈകി, നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർത്തു എന്നെല്ലാം കോടതിയിൽ വാദിച്ചിരുന്നു.